ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇപ്രാവശ്യം ഞാൻ പർച്ചേസ് ചെയ്തിട്ടുള്ള കുറച്ച് ഹീൽസ് കളക്ഷൻസ് ആണ് കേട്ടോ. അതും ₹500 മീഷോയിൽ നിന്നാണ് ഞാൻ പർച്ചേസ് ചെയ്തിട്ടുള്ളത്. എന്തായാലും കുഴപ്പമില്ലാത്ത കളക്ഷൻസ് ആണ്, എന്നാൽ ചിലതൊക്കെ ഒന്ന് പാളിപ്പോയിട്ടുണ്ട്. എന്തായാലും നമുക്ക് ഡീറ്റെയിൽസിലേക്ക് കിടക്കാം. 4 കളക്ഷൻസ് ആണ് ഞാൻ പർച്ചേസ് ചെയ്തിട്ടുള്ളത്. ഡയറക്റ്റ് നമുക്ക് നമ്മുടെ പ്രൊഡക്ട്സ് കാണാം. എന്ന് പറയുന്നത് ഈ ഒരു ഹീൽസ് ആണ് കേട്ടോ. ഇതൊരു 3 ഇഞ്ചസ് ഹീൽസ് ആണ്. ദെൻ ബാക്ക് സ്ട്രാപ്പ് വന്നിട്ടുള്ള ഒരു ഇലാസ്റ്റിക് ടൈപ്പിൽ വന്നിട്ടുള്ള ഒരു ബാക്ക് സ്ട്രാപ്പ് ഉള്ള ഒരു ടൈപ്പ് ഹീൽസ് ആണ് ഞാൻ ഫസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. 3 ഇഞ്ചസ് ആണ് ഇതിൻ്റെ ഹീൽ ലെങ്ത്ത് വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഹീൽസിൻ്റെ ലെങ്ത്ത് ഇപ്പം എനിക്കൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് കുറച്ചുകൂടെ മെയിൻറ്റെയിൻ ചെയ്ത് നടക്കാൻ എന്ന് വെച്ചാൽ കംഫർട്ടായിട്ട് നടക്കാൻ പറ്റിയ 2 ഇഞ്ചസ് ഹീൽസ് ആണ്. 3 ഇഞ്ചസ് ആവുമ്പോൾ നമ്മൾ ഈ പുറത്ത് ബസ്സിനൊക്കെ പോയി അങ്ങനെ ശീലിച്ച് നമ്മുടെ ഇപ്പോഴത്തെ റോഡും കുണ്ടും കുഴിയും ഒക്കെ അല്ലേ, അതിനൊന്നും നോക്കി വലിയ ഹീൽസ് ഒന്നും ഇട്ടിട്ട് എന്തായാലും നടക്കാൻ പറ്റില്ല. നമ്മളിപ്പോഴും നമ്മുടെ വണ്ടിയിലൊക്കെ ട്രാവൽ ചെയ്യുന്ന ആൾക്കാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ ഹീൽസ് ഒക്കെ എനിക്കും ഓക്കെയാണ്. പക്ഷെ ഞാൻ ബസ്സിനൊക്കെയാണ് പോകുന്നതെന്നുണ്ടെങ്കിൽ കുറേയൊക്കെ നടക്കേണ്ട സാഹചര്യമൊക്കെ വരുമ്പോൾ എനിക്ക് ഇത്രയും ഹീൽസ് ഒന്നും എനിക്ക് പറ്റൂല. പക്ഷെ ഇങ്ങനത്തെ ഹീൽസ് ഇട്ട് ശീലിച്ചിട്ടുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് ഓക്കെയാണ് കേട്ടോ. എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പൊ നിങ്ങൾക്ക് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ പർച്ചേസ് ചെയ്യാവുന്നതാണ്. ദെൻ ഇതിന്റെ ലെതർ വൈസ് കുഴപ്പമൊന്നുമില്ല കേട്ടോ. കുഴപ്പമില്ലാത്തൊരു ലെതർ തന്നെയാണ് ഇതിന് വന്നിട്ടുള്ളത്. എന്നാൽ വലിയ ക്വാളിറ്റി എന്നൊന്നും പറയാൻ പറ്റില്ല. നമുക്ക് മേടിച്ചിട്ടുള്ള പ്രൈസിൽ മീഷോയിൽ നിന്ന് ഇത് ഓക്കെ പ്രൊഡക്റ്റ് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് കേട്ടോ. ദെൻ ഇതിൻ്റെ ഡിസൈൻ വൈസ് ഇത് 2 സ്ട്രാപ്പ് പോലെയാണ് പോയിട്ട് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ദെൻ ബാക്കിൽ ഒരു സ്ട്രാപ്പ് വന്നിട്ടുള്ള ഒരു ടൈപ്പാണ് കേട്ടോ. ഈ ഒരു പോർഷനിലായിട്ട് ഒരു സ്റ്റോണും ഇവർ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് അടിയിൽ ലോക്കഡ് ആണ്. ഓക്കെ, അതുകൊണ്ട് തന്നെ പോകുന്നുള്ളൊരു പേടിയൊന്നും വേണ്ട. ഈ പുറമേ സ്റ്റോൺ പോകുമെന്ന് വേണമെങ്കിൽ ഒന്ന് പേടിക്കാം. നമ്മൾ യൂസ് ചെയ്താലാണല്ലോ ഇതിന്റെ ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് കൂടുതലായിട്ട് അറിയാൻ പറ്റുക. എന്നെ സംബന്ധിച്ചിടത്തോളം ഇതെനിക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ കുറച്ച് പാടാണ്. നിങ്ങൾക്ക് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ എടുക്കാം, കുഴപ്പമില്ലാത്തൊരു കളക്ഷൻ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇതാണ് ഇതിന്റെ സ്ട്രാപ്പ് കാര്യങ്ങളൊക്കെ ഇങ്ങനെയാണ് വന്നിട്ടുള്ളത്. കുഴപ്പമില്ലാത്തൊരു മെറ്റീരിയൽ തന്നെയാണ് കേട്ടോ. ഈ ഒരു പോർഷൻ ആണെന്നുണ്ടെങ്കിൽ മീഷോയിൽ നിന്നല്ലേ, നമുക്ക് നല്ല ക്വാളിറ്റിയിലുള്ള ഒരു ലെതർ ആയിരിക്കില്ല ഇതിനുണ്ടായിരിക്കുക. അത് നിങ്ങൾ മനസ്സിലാക്കുക. അത് മനസ്സിലാക്കിയിട്ട് പർച്ചേസ് ചെയ്യുക. റീയൂസ് ചെയ്യുന്നതിന് നമുക്കൊരു ലിമിറ്റ് ഉണ്ട് ഇങ്ങനത്തെ ഫുഡ് വെയേഴ്സ് ഒക്കെ. ഓക്കെ, പക്ഷെ നമ്മൾ മേടിക്കുന്ന പ്രൈസിന് ഇത് വേർത്താണ്. നമുക്ക് ഇവിടെ കൊടുക്കുന്ന ലെതറാണ് വലിയ ക്വാളിറ്റി ഇല്ലാത്ത ലെതർ കേട്ടോ. മീഷോയിൽ നിന്ന് കിട്ടുന്ന മിക്ക ഫുഡ് വെയേഴ്സും ഇങ്ങനെ തന്നെയാണ്. വലിയ ക്വാളിറ്റി കുറവായിരിക്കും. അധികം റീയൂസ് ചെയ്യാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടാണ് കേട്ടോ. അപ്പം അത് നോക്കിയിട്ട് നിങ്ങൾ എടുക്കുക. പിന്നെ ആ ഒരു പ്രൈസിന് ഇതൊക്കെ മതി എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓക്കെ ആണ് എന്നുണ്ടെങ്കിൽ അധികം ഒന്നും റീയൂസ് ചെയ്യേണ്ട, കുഴപ്പമില്ല, നല്ലൊരു കളക്ഷൻ ആണെന്ന് നിങ്ങൾക്ക് തോന്നി, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പം ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് ഡീറ്റെയിൽ പറയുവാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ വേറെ കളേഴ്സ് അവൈലബിൾ ആണ് കേട്ടോ. ഇതൊരു ബ്രൗൺ ആൻഡ് വൈറ്റ് കോമ്പിനേഷനിൽ വന്നിട്ടുള്ള കളറാണ്. ദെൻ ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷൻ, വൈറ്റ് ആൻഡ് വൈറ്റ് കോമ്പിനേഷൻ, ദെൻ കംപ്ലീറ്റ് ഒരു ക്രീം കളർ കോമ്പിനേഷനിലും ഇത് അവൈലബിൾ ആണ്. അപ്പോൾ ഇതിൻ്റെ സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് ഇന്ത്യൻ സൈസ് 3 to ഇന്ത്യൻ സൈസ് 8 വരെ. ഇന്ത്യൻ സൈസ് 3, 4, 5, 6, 7, 8 ഇത്രയും സൈസസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത്. ദെൻ ഇതിൻ്റെ സിന്തറ്റിക് ഫാബ്രിക് ആണ്. ഒരു 3 ഇഞ്ചസ് ഹീൽസ് ആണ് ഇതിന് വന്നിട്ടുള്ളത്. ദെൻ ഇത് ഞാൻ മീഷോയിൽ നിന്ന് 334 പർച്ചേസ് ചെയ്തിട്ടുള്ളത്. അത് ഞാൻ പറഞ്ഞു 334 ഇത് ഓക്കെ. നമ്മൾ ഈ മിഠായി തെരുവ് പോലുള്ള അവിടെ റേറ്റ് കുറവിനൊക്കെ 199 രൂപയ്ക്കൊക്കെ ഫുഡ് വെയേഴ്സ് കിട്ടുമല്ലോ, ഫ്ലാറ്റ്സ്. അപ്പം ആ ഒരു ലെവലിലൊക്കെ ഹീൽസ് ആയതുകൊണ്ട് ഇത്രയും പ്രൈസിന് നമ്മൾ പർച്ചേസ് ചെയ്യുന്നു. അത്രയേ ഉള്ളൂ വ്യത്യാസം. അല്ലാണ്ട് വലിയ ക്വാളിറ്റിയോ കൂടുതൽ നാൾ റീയൂസ് ചെയ്യാൻ പറ്റും അങ്ങനെയൊന്നും പ്രതീക്ഷിച്ചിട്ട് നിങ്ങൾ പർച്ചേസ് ചെയ്യേണ്ട. കുഴപ്പമില്ലാത്തൊരു കളക്ഷൻ നമുക്ക് ഹീൽസിൽ കിട്ടുന്നുണ്ട് ഈ ഒരു പ്രൈസിന് എന്ന് മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ച് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്ന ഒരു കളക്ഷനാണ് ഇത് കേട്ടോ. അപ്പോൾ എന്തായാലും ഡയറക്റ്റ് നമുക്ക് നെക്സ്റ്റ് കളക്ഷൻ കാണാം. അപ്പോൾ നമ്മുടെ നെക്സ്റ്റ് കളക്ഷൻ എന്ന് പറയുന്നത് കംപ്ലീറ്റ് ഒരു പീച്ച് കളറിൽ വന്നിട്ടുള്ള ഒരു കളക്ഷൻ ആണ്. ഈ ഒരു പോർഷനിൽ സ്ക്വയർ ഷേപ്പിലാണ് പോയിട്ടുള്ളത്. ഈ ഒരു ഫ്രണ്ട് പോർഷനിൽ ഒരു കവറിങ്ങോട് കൂടിയിട്ടുള്ള നോർമൽ ഒരു ഹീൽസ് ആണ് കേട്ടോ. 2 ഇഞ്ചസ് ഹീൽസ് ആണ്. പക്ഷെ ഇത് എനിക്ക് കിട്ടിയിട്ടുള്ളത്
യൂസ് ചെയ്തിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ്. അതെനിക്ക് മനസ്സിലായി. ഹീൽസിൻ്റെ എവിടെയാണെന്നുണ്ടെങ്കിലും യൂസ് ചെയ്തതിൻ്റെ ഒറ്റ ടൈം യൂസ് ചെയ്യുമ്പോൾ ഇതിൻ്റെ ഹീൽസ് ഇങ്ങനെയാണ് കേട്ടോ ഉണ്ടാവുക. നിങ്ങൾക്കിപ്പോൾ മനസ്സിലാവും. ഇപ്പം ഞാനാണെന്നുണ്ടെങ്കിലും യൂസ് ചെയ്യുമ്പോൾ ഇങ്ങനെ തന്നെയാണ് കാണാറ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ഈ ഹീൽസൊക്കെ ഇങ്ങനെ ആയി വരും കേട്ടോ. ഗ്രിപ്പോട് കൂടിയിട്ടുള്ള ഹീൽസൊക്കെ തന്നെയാണ്. ദെൻ ഈ ഒരു പോർഷനിലൊന്നും ഗ്രിപ്പല്ല, പ്ലെയിൻ ആണ്. ഇവിടെയൊക്കെ യൂസ് ചെയ്തിട്ടുള്ളതിൻ്റെ അടയാളങ്ങൾ കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ എനിക്കിത് യൂസ് ചെയ്തിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. പക്ഷെ നിങ്ങൾക്ക് ഇങ്ങനെ കിട്ടിക്കോളണമെന്നില്ല കേട്ടോ. അങ്ങനെ കിട്ടുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് റിട്ടേൺ അയക്കാവുന്നതാണ് അപ്പം തന്നെ. അപ്പം എനിക്ക് കിട്ടിയത് സംഭവം നല്ലൊരു കളക്ഷനാണ്. ഞാൻ എന്തായാലും സ്റ്റൈൽ ചെയ്ത് ഞാൻ കാണിച്ചു തരാം. നല്ലൊരു കളക്ഷൻ തന്നെയാണ്. പക്ഷേ യൂസ് ചെയ്തൊരു പ്രൊഡക്റ്റ് ആയിപ്പോയി. ദെൻ ഞാൻ പർച്ചേസ് ചെയ്തിട്ടുള്ളത് 6 ആണ് കേട്ടോ. ഇന്ത്യൻ സൈസ് 6 ആണ്. എനിക്കിത് പക്കയാണ്, കറക്റ്റ് സൈസാണ്. ഹീൽസിനൊക്കെ ഞാൻ നേരത്തെയും പർച്ചേസ് ചെയ്തത് 6 ആണ്. ഇനിയിപ്പോൾ നിങ്ങൾ സൈസസ് ഒക്കെ എടുക്കുമ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതിന് മുമ്പ് നമ്മുടെ ചാനലിൽ കയറി തപ്പിയാൽ മതി. അതിൽ നമ്മൾ മീഷോയുടെ തന്നെ കുറച്ച് ഫുഡ് വെയർസ് കളക്ഷൻസ് ചെയ്യുന്നതോട് കൂടി തന്നെ നമ്മുടെ സൈസ്, ഫുഡ് വെയർസിൻ്റെ സൈസസ് മെഷർ ചെയ്യേണ്ട രീതി കാര്യങ്ങളൊക്കെ നമ്മുടെ ഒരു ഫുൾ വീഡിയോയിൽ പറഞ്ഞു പോകുന്നുണ്ട്. ഒന്ന് ചെക്ക് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടും കേട്ടോ. വേണമെന്നുള്ളവർക്ക് അങ്ങനെ ചെക്ക് ചെയ്യുക. അല്ലാന്നുണ്ടെങ്കിൽ ഗൂഗിൾ ചെയ്ത് തന്നെ നിങ്ങൾക്ക് കണ്ടുപിടിക്കാവുന്നതാണ് നിങ്ങളുടെ സൈസസ് ഒക്കെ എങ്ങനെയാണ് മെഷർ ചെയ്യേണ്ടതെന്നുള്ളത് കേട്ടോ. അപ്പോൾ സംഭവം ഇത് ഓക്കെയാണ്. നേരത്തെ പോലെ തന്നെ ക്വാളിറ്റി വൈസ് നമ്മൾ ഈ ഒരു മേടിക്കുന്ന പ്രൈസിന് ഇത് ഓക്കെയാണ്. ഹീൽസ് ആയതുകൊണ്ട് കുഴപ്പമില്ലാത്ത ഈ ഒരു പ്രൈസ് കാര്യങ്ങളൊക്കെ എന്തായാലും വരും മീഷോയിൽ നിന്ന്. ഈ ഒരു പോർഷനാണ് എനിക്ക് വലിയ ഓക്കെ അല്ലാത്തത്. അധികം റിവ്യൂസ് ചെയ്യുമ്പോഴൊക്കെ കുറച്ച് ബുദ്ധിമുട്ടാണ് ഈ ഒരു ഇത്. അധികം ഹീൽസ് ഒന്നും അല്ലല്ലോ, ഈ ഒരു പോർഷൻ പ്ലെയിൻ ആണല്ലോ. അപ്പം അതിൻ്റെതായ ബുദ്ധിമുട്ടുണ്ടാവും. അതർവൈസ് ഈ ഒരു പോർഷനൊക്കെ നല്ലൊരു ലെതറാണ് ഇതിലൊക്കെ കൊടുത്തിട്ടുള്ളത് കേട്ടോ. നല്ലൊരു കളക്ഷൻ തന്നെയാണ്. ഇത് ഓൾറെഡി യൂസ്ഡ് പ്രൊഡക്റ്റ് ആണെന്നുള്ളൊരു ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ. പക്ഷെ നിങ്ങൾക്ക് അങ്ങനെ കിട്ടിക്കൊള്ളണമെന്നില്ല. നിങ്ങൾക്ക് എന്തായാലും ഇത് ഇഷ്ടപ്പെട്ട നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം. മേ ബി നിങ്ങൾക്ക് ഇങ്ങനെ തന്നെയാണ് കിട്ടുന്നതെന്നുണ്ടെങ്കിൽ റിട്ടേൺ അയക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ 3 കളേഴ്സ് അവൈലബിൾ ആണ്. ഒന്ന് പീച്ച് കളർ, ദെൻ ഒരു ക്രീം കളർ, ബ്ലാക്ക് കളർ. ഇത്രയും കളേഴ്സാണ് അവൈലബിൾ ആയിട്ടുള്ളത്. സൈസസ് ഇന്ത്യൻ സൈസ് 4, 5, 6, 7, 8 ഇത്രയും സൈസസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത്. ദെൻ 2 ഇഞ്ചസ് ഹീൽസ് ആണ്. പിന്നെ ഇതിനെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ പ്രൈസാണ്. ഇത് ഞാൻ മീഷോയിൽ നിന്ന് 288 പർച്ചേസ് ചെയ്തിട്ടുള്ളത്. 288 ഇത് വേർത്താണ് കേട്ടോ. നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ കുഴപ്പമില്ലാത്തൊരു കളക്ഷൻ തന്നെയാണ്. പക്ഷെ എനിക്കിതൊരു യൂസ്ഡ് പ്രൊഡക്റ്റ് കിട്ടിയത് കൊണ്ട് തന്നെ ഇത് ഞാൻ റിട്ടേൺ അയക്കും. അല്ലാത്ത പക്ഷേ ഇത് എനിക്ക് ഓക്കെ ആയിരുന്നു. നല്ലൊരു കളക്ഷൻ തന്നെയാണ്. എനിക്ക് കറക്റ്റ് പാകവും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പക്ഷെ എന്ത് ചെയ്യാം, നമുക്ക് കിട്ടിയത് യൂസ്ഡ് പ്രൊഡക്റ്റ് ആയിപ്പോയി. അപ്പം ഇങ്ങനെയാണ്. ദെൻ എന്തായാലും നമുക്ക് ഡയറക്റ്റ് നമ്മുടെ നെക്സ്റ്റ് കളക്ഷനിലേക്ക് കിടക്കാം. അപ്പം നമ്മുടെ അടുത്ത കളക്ഷൻ ആയിട്ടുള്ളത് ഈ ഒരു ബ്രൗൺ കളറിൽ വന്നിട്ടുള്ള 2 സ്ട്രാപ്പിൽ വന്നിട്ടുള്ള ഒരു ഹീൽസ് ആണ് കേട്ടോ. 2 ഇഞ്ചസ് ഹീൽസ് ആണ്. 2 സ്ട്രാപ്പോട് കൂടിയിട്ടുള്ള ഒരു ടൈപ്പ് ബ്രൗൺ കളറിൽ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഹീൽസ് ആണ് കേട്ടോ. ഇതും 6 ഇന്ത്യൻ സൈസ് 6 ആണ് ഇതിന്റെ സൈസ് വന്നിട്ടുള്ളത്. കുഴപ്പമില്ലാത്ത നല്ലൊരു കളക്ഷൻ തന്നെയാണ്. കുഴപ്പമില്ലാണ്ട് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള, അന്ന് ഓവറായിട്ട് അധികം റീയൂസ് ചെയ്യാം. ഞാൻ പറഞ്ഞല്ലോ ഇതിൻ്റെയൊക്കെ ഞാനിപ്പോൾ പർച്ചേസ് ചെയ്തിട്ടുള്ള എല്ലാ കളക്ഷനും അങ്ങനെ തന്നെ. മീഷോന്ന് പർച്ചേസ് ചെയ്യുന്ന എല്ലാ കളക്ഷൻസും ഇങ്ങനെ തന്നെയാണ്. ഇതിന്റെ ഈ ഒരു ഫാബ്രിക് വൈസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വലിയ ക്വാളിറ്റി ഉള്ളതല്ല. അപ്പം അതിനനുസരിച്ച് യൂസ് നമുക്ക് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. ഇത് പിന്നെയും കുഴപ്പമില്ല. എങ്കിലും ഒരു യൂസിൽ തന്നെ നമുക്ക് ഇത് ഏകദേശം തീരുമാനമാവും എങ്കിൽ പോലും കുഴപ്പമില്ലാണ്ട് നമുക്ക് റീയൂസ് ചെയ്യാം കേട്ടോ. പക്ഷേ ഈ ഒരു നമ്മൾ മേടിക്കുന്ന ഈ ഒരു പ്രൈസിന് നമുക്കിത് വേർത്താണ്. നല്ലൊരു കളക്ഷൻ തന്നെയാണ്. സിമ്പിൾ ആയിട്ടുള്ള ഒരു കളക്ഷനാണ്. ഇതിൻ്റെ ഈ ലെതറൊക്കെ അടിപൊളിയാണ് കേട്ടോ. ഒരു കുഴപ്പമില്ല, നല്ലൊരു ലെതറാണ് ഇവിടെയൊക്കെ വന്നിട്ടുള്ളത്. ഈ ഒരു പോർഷൻ മാത്രമാണ് എനിക്ക് വലിയ ഓക്കെ അല്ലാത്തത്. അത് ഈ ഒരു പ്രൈസ് ആയതുകൊണ്ടാണ് കേട്ടോ. ഇവിടെ ഇങ്ങനത്തെ ഒരു ലെതർ വരും. ദെൻ ഇവിടെ ഫ്ലാറ്റും കൂടിയാണ്. അപ്പം ഇങ്ങനെയാണ് ഇതിൻ്റെ കളക്ഷൻ എന്ന് പറയാം. ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് കിടക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതൊരു ബ്രൗൺ ഷെയ്ഡിലാണ് വന്നിട്ടുള്ളത്. ഇതിൻ്റെ ഒരൊറ്റ കളറാണ് ഇതിൽ ഞാൻ മേടിച്ചിട്ടുള്ള സൈറ്റിൽ കാണുന്നത്. ദെൻ ഇതിൻ്റെ സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് ഇന്ത്യൻ സൈസ് 3, 4, 5, 6, 7, 8 ഇത്രയും സൈസസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത്. മെറ്റീരിയൽ വൈസ് സിന്തറ്റിക് മെറ്റീരിയൽ ആണ്. പിന്നെ ഹീൽസ് 2 ഇഞ്ചസ് ഹീൽസ് ആണ്, ബ്രൗൺ കളർ. അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് പറയാം. പിന്നെ ഇത് ഞാൻ മീഷോയിൽ നിന്ന് പർച്ചേസ് ചെയ്തിട്ടുള്ള 237 കേട്ടോ. 237 ഇത് വേർത്താണ്. ഹീൽസ് ആണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. 237 വരുന്നുള്ളൂ. അപ്പം നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പർച്ചേസ് ചെയ്യുക. എല്ലാത്തിൻ്റെയും ലിങ്ക് ഞാൻ എന്തായാലും ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ചെക്ക് ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ. അപ്പം ഇങ്ങനെയാണ് ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് പറയാൻ. എന്തായാലും നമുക്ക് ഡയറക്റ്റ് നമ്മുടെ ലാസ്റ്റ് കളക്ഷൻ കാണാം. അപ്പം നമ്മുടെ ലാസ്റ്റ് കളക്ഷൻ എന്ന് പറയുന്നത് ഒരു പേസ്റ്റൽ ഷെയ്ഡോട് കൂടിയിട്ടുള്ള ഒരു ഗ്രീൻ കളറോട് കൂടിയിട്ടുള്ള ഒരു പേസ്റ്റൽ ഷെയ്ഡ് പോലെയാണ് ഫീൽ ചെയ്യുന്നത് കേട്ടോ.
ഒരു ലൈറ്റ് ഗ്രീൻ, ഒരു എന്താ പറയുക ഒലീവ് കളർ എന്നൊക്കെ വേണമെങ്കിൽ പറയാം, അങ്ങനത്തെ ഒരു ടൈപ്പാണ്. പക്ഷെ നമുക്ക് പിക്ചറിൽ പ്യുവർ ഒരു ഗ്രീൻ കളറായിട്ടാണ് കണ്ടിട്ടുണ്ടായത്. കയ്യിൽ കിട്ടിയപ്പോൾ ഈ ഒരു ഗ്രീൻ ആണ് കേട്ടോ. സംഭവം ഇത് കാണാനാണ് ഭംഗി. പിക്ചറിൽ കാണുന്ന ഹീൽസിനെക്കാട്ടിലും ഈ ഒരു കളറ് എനിക്ക് ഓക്കെ ആയി. പക്ഷെ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ നോർമലി ബാക്കിയുള്ള സൈസസ് ഒക്കെ 6 തന്നെയാണ്, ഇന്ത്യൻ സൈസ് 6 ആണ് ഇട്ടത്. ഇതും 6 തന്നെയാണ്. പക്ഷെ ഇത് നമുക്ക് ചെറിയ സൈസ് ആയിപ്പോയി. ഇതും 6 തന്നെയാണ്. പക്ഷെ ഈ ഒരു കളക്ഷൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്, നിങ്ങൾ പർച്ചേസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഹീൽ സൈസ് 6 ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ 7 എടുക്കുക. ഒരു പൊടിക്ക് കൂടുതൽ നോക്കി എടുത്തോളൂ കേട്ടോ. കാരണം ഇതെനിക്ക് ചെറുതാണ്, എനിക്ക് 7 ആവും ഇതിൽ കറക്റ്റ് ആയിരിക്കാം. ഇതെനിക്ക് ചെറുതായതുകൊണ്ട് സ്റ്റൈൽ ചെയ്യുമ്പോൾ ഒരു ബുദ്ധിമുട്ടുണ്ട്, നല്ല രീതിയിൽ ബുദ്ധിമുട്ടുണ്ട്. കുറച്ച് ഇതിങ്ങനെ ഒരു ടൈറ്റ് ആയിട്ടാണ് ഇതുള്ളത്. ദെൻ ഇതിൻ്റെ ലെങ്ത് ആണെന്നുണ്ടെങ്കിലും കുറവാണ്, നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും ഒരു കുഞ്ഞ് സൈസാണ് കേട്ടോ. അപ്പോൾ ഒരു പൊടിക്ക് സൈസ് കൂടിയത് നോക്കിയിട്ട് എടുക്കുക. ദെൻ ഇതിൻ്റെ മെറ്റീരിയൽ ആണെന്നുണ്ടെങ്കിൽ അടിപൊളിയാണ് കേട്ടോ, നല്ലൊരു ലെതറാണ് ഇതിന് വന്നിട്ടുള്ളത്. 2 ഇഞ്ചസ് ആണ് ഹീൽസ് വന്നിട്ടുള്ളത്. ഹീൽസിന് ഇവിടെ ഗ്രിപ്പൊക്കെ ഉണ്ട്. ദെൻ ഇത് നോർമലി ഞാൻ നേരത്തെ പറഞ്ഞ പോലെയൊക്കെ തന്നെയാണ്, വലിയ മാറ്റമൊന്നുമില്ല. പക്ഷേ അതർവൈസ് കാണാനും ആണെന്നുണ്ടെങ്കിൽ അടിപൊളിയാണ്. സ്റ്റൈൽ ചെയ്ത് കാണുമ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം ഭംഗി ഉണ്ടാവും അറിയില്ല, കാരണം ഇത് ഭയങ്കര ടൈറ്റാണ് എനിക്ക്. അപ്പോൾ വലിയ ഭംഗി ചിലപ്പോൾ ഫീൽ ചെയ്തോളണമെന്നില്ല. പക്ഷെ ഇപ്പം എനിക്ക് പർച്ചേസ് ചെയ്തതിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടമായത് ഇതാണ്. ദെൻ നെക്സ്റ്റ് വൺ പീച്ചാണ്. ഇതാണ്, ഇത് റീയൂസ് ചെയ്തുകൊണ്ട് മാത്രമേ ഞാൻ റിട്ടേൺ അയക്കുന്നു. ദെൻ നെക്സ്റ്റ് മൂന്നാമതായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടത് ഈ ഒരു ബ്രൗൺ കളറിൽ വരുന്ന ഈ ഒരു കളക്ഷനാണ്. ദെൻ ലാസ്റ്റ് വണ്ണാണ് ഇത് ഇരിക്കുന്നത് കേട്ടോ. ഓക്കെ, അപ്പം അങ്ങനെയാണ് ഈ ഒരു കളക്ഷനാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമായി. പക്ഷെ സൈസ് ചെറുതായി പോയെന്ന് മാത്രം. ഇതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ 4 കളേഴ്സ് അവൈലബിൾ ആണ്. ഒന്ന് ഈ കളർ, ദെൻ വൈറ്റ്, പിന്നെ ബ്ലാക്ക്, പിന്നെ പീച്ച്. ഇത്രയും കളേഴ്സിലാണ് ഇത് അവൈലബിൾ ആയിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ സൈസസ് അവൈലബിൾ ആയിട്ടുള്ള ഇന്ത്യൻ സൈസ് 3, 4, 5, 6, 7, 8 ഇത്രയും സൈസസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത്. പിന്നെ ഇത് ഞാൻ മീഷോയിൽ നിന്ന് 276-നാണ് ഞാൻ പർച്ചേസ് ചെയ്തിട്ടുള്ളത്. 276-ന് ഇത് വേർത്താണ് കേട്ടോ, ധൈര്യമായിട്ട് പർച്ചേസ് ചെയ്യാം. ഒരു സ്ക്വയർ ടൈപ്പിൽ, ഈ ഒരു പോർഷനിൽ സ്ക്വയർ ടൈപ്പിൽ വന്നിട്ടുള്ള ഒരു കളക്ഷനാണ്. അപ്പം എങ്ങനെയാണ് ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് പറയാൻ. പിന്നെ ഇത് ഞാൻ പറയാൻ വിട്ടുപോയി, ഇവിടെ വീതി കുറവായതുകൊണ്ട് തന്നെ എൻ്റെ ഫീറ്റിന് കുറച്ച് വീതിയുള്ള ടൈപ്പ് ഫീറ്റാണ് എൻ്റെ. അപ്പോൾ ഇവിടെ വീതി കുറവായതുകൊണ്ട് തന്നെ ചെറുതായിട്ട് നമ്മുടെ കാലൊക്കെ അപ്പുറത്തേക്കൊക്കെ ഒന്നാവാൻ ചാൻസ് ഉണ്ട്. ഒരു നമ്മുടെ ഫീറ്റിന് വീതി ഉണ്ട് എന്നുണ്ടെങ്കിൽ കേട്ടോ, വീതി കുറവുള്ള ഫീറ്റൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് പക്കയായിരിക്കും. എനിക്ക് കുറച്ച് വൈഡുള്ളൊരു ഫുഡ് വെയേഴ്സ് ആണ് പറ്റുക, അതുകൊണ്ടാണ് എനിക്കിത് വലിയ ഓക്കെ അല്ലാത്തത് കേട്ടോ. ബാക്കിയൊക്കെ ഓക്കെയാണ്, ബാക്കിയുള്ള കളക്ഷൻസ്. ഇത് പിന്നെ എനിക്ക് സൈസ് കുറവായതിൻ്റെ ഒരു പ്രശ്നമാണ് കേട്ടോ. അതർവൈസ് ഇത്രയും കളക്ഷൻസിൽ എനിക്ക് ഞാൻ പറഞ്ഞല്ലോ ഏതാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത്, ഇതിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട്. നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും ഈ കളക്ഷൻസ് വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, ചെക്ക് ചെയ്ത് നോക്കിക്കോളൂ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയി അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഒപ്പം ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്.